ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും പ്ലം കേക്ക് വാങ്ങിക്കേണ്ട. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നുണ്ടാക്കിയ സ്പോഞ്ചി ആയിട്ടുള്ള പ്ലം കേക്കാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്കിന് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 250 ml ആണ് കേട്ടോ 1 കപ്പ് ഷുഗർ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. അധികം വെള്ളം ഒന്നും ചേർക്കരുത്, 1 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല, എന്നാലും മെൽറ്റായിട്ട് വരും. എന്നാലും ഇടയ്ക്കൊന്ന് നമുക്കിതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഒട്ടും നമ്മൾ ഇടാൻ പാടില്ല. അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതാ മെൽറ്റായിട്ട് നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് പൊന്തി ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ഷുഗറിൻ്റെ തരികളെല്ലാം മെൽറ്റായി പഞ്ചസാര ഇതുപോലെ പതഞ്ഞ് പൊന്തി വരുമ്പോൾ നമ്മൾ ഏത് അളവ് കപ്പിലാണോ ഷുഗർ എടുത്തത് ആ അളവ് കപ്പിൽ പകുതി വെള്ളം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അല്പം ഒന്ന് മാറി നിന്നിട്ട് നമ്മൾ ദൂരെ നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. അത് മുഖത്തേക്കൊക്കെ പൊട്ടി ഇങ്ങനെ തെറിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം അധികം കൂട്ടൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ഷുഗറും ആ വെള്ളം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ പതഞ്ഞ് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമ്മുടെ ഷുഗർ കാരമലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ നമുക്ക് കേക്കിലേക്കുള്ളത് പൊടിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി 2 കഷ്ണം സിനമൺ അതായത് കറുവപ്പട്ട നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ഏലക്കായാണ്. ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ അരയാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരു മാത്രമാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ഗ്രാമ്പുമാണ്. ഗ്രാമ്പു നമുക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ പഞ്ചസാരയും ഏലക്കായും ഗ്രാമ്പും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ 2 ചെറിയ കഷ്ണം കൂടി നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കുരും കളഞ്ഞ് നമ്മളിതൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓറഞ്ച് തൊലി ഉണക്കിയത് അതായത് ഓറഞ്ച് പീല് ഉണങ്ങിയത് ഒരു ചെറിയൊരു കഷ്ണം അതും കൂടി ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് അരച്ച് എടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും ചേർക്കേണ്ട. ഓറഞ്ച് ഇതുപോലെ തന്നെ ഓറഞ്ച് പീലിൻ്റെ ഒരു കഷ്ണം ഉണങ്ങിയത് ഇല്ലെങ്കിൽ പച്ച എടുത്താലും മതി. ഒരു കഷ്ണം ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി വെക്കാം. കേക്ക് ടീനിൽ ആദ്യം തന്നെ വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ ഓയിൽ പേപ്പറോ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഓയിൽ ഇതുപോലെ ബ്രഷിൽ മുക്കിയിട്ട് നന്നായിട്ട് ഈ കേക്ക് ടീനിനോട് ചേർന്ന് ആ ബട്ടർ പേപ്പർ ഒന്ന് പറ്റിയിരിക്കാൻ പാകത്തിന് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിന് നല്ലൊരു ഷേപ്പൊക്കെ ഉണ്ടായി നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡിലൊക്കെ വെക്കുന്നത് കേട്ടോ. കേക്ക് ടിന്ന് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊടി അരിച്ചെടുക്കണം. മൈദയാണ് നമ്മൾ എടുക്കേണ്ടത്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്ത് നമ്മൾ ഇതുപോലെ 3 വട്ടം അരിച്ചെടുക്കണം. ഇനി നമുക്ക് ആ മൈദയിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമുക്ക് പിന്നീട് ചേർക്കാം. ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് ഇത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3 വട്ടം നമുക്ക് പാത്രം മാറ്റി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ ബേക്കിംഗ് പൗഡറിൻ്റെ കട്ടകളോ മൈദയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അങ്ങനെ 3 വട്ടം നമ്മളിത് അരിച്ചെടുത്ത മാവാണിത്. അപ്പം മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നമ്മൾ അരിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഞാനിവിടെ കാഷ്യൂനട്ട് ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ചുമപ്പും അതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും 3 ഓരോ പിടി വീതം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഉണക്കമുന്തിരിങ്ങയാണ്. ഉണക്കമുന്തിരിങ്ങ നമ്മൾ വെള്ളയും അതുപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയും കൂടിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1 പിടി ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നല്ല ഡ്രൈ ആയതുകൊണ്ട് ഞാനതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് അതൊന്ന് പതുക്കെ ഒന്ന് വേവിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നമുക്കുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പച്ചമുന്തിരിയോ ആപ്പിളോ ഒക്കെ നമുക്കിതുപോലെ ചേർക്കാവുന്നതാണ് കേട്ടോ.
നമ്മളിവിടെ ഉണക്കമുന്തിരി 2 തരം, അതുപോലെ തന്നെ ചെറിയും. ഇത് നമ്മൾ സോക്ക് ചെയ്ത് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് ചെറുതാക്കി കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മൈദയും കൂടി ഇതിനകത്തേക്ക് വിതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ആ മൈദയിലൊന്ന് ഡിപ്പാക്കി നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേക്കിനകത്ത് എല്ലായിടത്തും അതിങ്ങനെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. എല്ലാം കൂടി ഒന്നിച്ച് അടിഞ്ഞ് നമ്മുടെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോകത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ കുറച്ച് മൈദ ഒഴിച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗ് ആണ്. എഗ്ഗ് ഞാനൊരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് നമുക്ക് എടുക്കേണ്ടത്. ഫ്രിഡ്ജിലാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറേ മുമ്പ് നമുക്ക് പുറത്തെടുത്ത് വെക്കണം. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്റ്റൗവിൻ്റെ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ എഗ്ഗിലോട്ട് 4 എഗ്ഗാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ കൊണ്ട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടായാലും നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ പോസിൽ കൊടുത്ത് നമുക്കൊന്ന് നിർത്തി ഒന്ന് അടിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ അടിക്കരുത്. മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്ന് നിർത്തി നമ്മൾ അടിച്ചെടുക്കുക. എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എഗ് ബീറ്റർ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്കിത് വേണമെങ്കിൽ മിക്സിയിലും ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിനകത്തേക്ക് എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. സൺഫ്ലവർ ഓയിലാണ് കൂടുതലും നല്ലത്. ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ പൗഡർ, നമ്മൾ ഷുഗറും അതുപോലെ തന്നെ സിനമണും ഏലക്കായും ഗ്രാമ്പും കൂടി പൊടിച്ച് വെച്ച ആ ഷുഗറിൻ്റെ ആ പൊടിയും കൂടി ചേർത്ത് നമുക്കിനി നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ പീലും അതുപോലെ തന്നെ ഓറഞ്ചും കൂടി നമ്മൾ അരച്ച് വെച്ചത് ചേർക്കുക. അതുപോലെ തന്നെ ഈന്തപ്പഴം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് വേവിച്ചത് നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ വീണ്ടും നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിട്ട പഞ്ചസാരയും എഗ്ഗും നമ്മളിട്ട ഫ്രൂട്ട്സിൻ്റെ എല്ലാം നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ അരിച്ചു വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കുറേശ്ശെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് മിക്സിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൈദപ്പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഷുഗർ സിറപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് നമ്മൾ ഒഴിക്കരുത്. നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ അളവ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മൈദപ്പൊടി മുഴുവനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെ മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ വല്ലാണ്ട് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മൈദ പൊടിയും കൂടി ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്യുക. ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് നല്ല പഫി ആയിട്ട് നമ്മുടെ ആ പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പഫി ആയിട്ട് വരും. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് കുറേശ്ശെ ഷുഗർ കാരമലൈസ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് ബാറ്റർ കിട്ടേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പഫിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒടുവിലായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതിനകത്തേക്ക് ബാക്കി വിനാഗിരിയും കൂടി ചേർത്ത് ഇതുപോലെ നമുക്കത് പതഞ്ഞിങ്ങനെ വരും. ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കേക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയും നമുക്ക് ഒടുവിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വടിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ടീനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അതിനാണ് നമ്മൾ കേക്ക് ടീനൊക്കെ റെഡിയാക്കി വെച്ചത്. ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിന് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു
സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടീനിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് നല്ല കട്ടിയിലുള്ളൊരു കേക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ നല്ലോണം പ്രീ ഹീറ്റായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ശരിയാതെ ഒന്ന് നേരെയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി ഞാനൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടു. അതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ സ്റ്റിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാനൊരു 30-35 മിനിറ്റോളം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളത് മാറ്റാണ്. നല്ല കട്ടിയുള്ള നല്ല വീർത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലം കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഇളക്കി കളയാം. കണ്ടോ, നല്ല കനമുണ്ട്, നല്ല സോഫ്റ്റുമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ കേക്ക് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നല്ല കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിനേക്കാളൊക്കെ സൂപ്പർ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് ശരിയായിട്ടുള്ള പ്ലം കേക്ക്. നമ്മൾ മുകളിലിട്ട ചെറിയൊക്കെ അതിനകത്തേക്ക് താഴ്ന്നു പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മുകളിൽ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൂടോടെ തന്നെ നമ്മൾ ഇളക്കിയപ്പോൾ തന്നെ മുകളിൽ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ടത് പറ്റി പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. ഒരു കഷ്ണം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഒരു കഷ്ണം ഒരു പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് നല്ല കറക്റ്റ് പരുവത്തിലായാലും നമുക്ക് നല്ല കളറിലുള്ള ശരിയായിട്ടുള്ള കളറിൽ കേക്ക് കിട്ടും. ഇപ്പോൾ ഇടയിലൊക്കെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നന്നായിട്ട് കടിക്കാനുണ്ട്. ഇത്രയ്ക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർക്ക് അത്രയധികം ചേർത്താൽ മതി. ഒത്തിരി ഫ്രൂട്ട്സ് നമുക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുറഞ്ഞ അളവിൽ ചേർത്താലും മതി. ഞാൻ നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ് നമ്മുടെ ഈ കേക്കിന്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ആഘോഷിക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.